ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടല്ലേ, ഭംഗിയില്ലാത്തത് കാരണം തൻ്റെ പാർട്ട്ണർ ഭംഗിയില്ല എന്ന് പറഞ്ഞ് അത് കാരണം അവൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ. ഇങ്ങനെ അധികം അവൾ മാത്രം ഒരാളല്ല, അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടികളാണ്, നിങ്ങളിങ്ങനെ ജീവിതം നശിപ്പിച്ചത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങളുടെ ജീവിതമല്ലേ നശിക്കുന്നത്, പോകുന്നത്? ഈ പറഞ്ഞ വ്യക്തിക്കാണോ? അല്ലല്ലോ. ഈ പറഞ്ഞ വ്യക്തി വീണ്ടും ഒരു 2-3 മാസം ഒരു കേസൊക്കെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ അയാൾ വീണ്ടും പുറത്തിറങ്ങി വീണ്ടും ജീവിക്കും അല്ലേ. പുതിയൊരു പാർട്ട്ണറെ വീണ്ടും അയാൾക്ക് കിട്ടും, ഇവർ വീണ്ടും ജീവിക്കും. നിങ്ങളുടെ ജീവിതമാണ് പോകുന്നത്. നിങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കൾക്കാണ് നഷ്ടം, അല്ലെങ്കിൽ മക്കളുള്ളവരാണ്, മക്കൾക്കാണ് നഷ്ടം. അല്ലാതെ ഈ പറഞ്ഞ വ്യക്തിക്കോ അല്ലെ മറ്റുള്ള ആൾക്കാർക്കോ ഒന്നുമല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഓരോ പെൺകുട്ടികളും ചിന്തിക്കേണ്ടത് തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ആലോചിക്കുക. ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ട് അവർ നിങ്ങളെല്ലാം ഒരുപാട് പ്രതീക്ഷയുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി അവരെ ഒന്ന് ആലോചിക്കുക. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അവരെ ആലോചിക്കുക, അല്ലെങ്കിൽ മക്കളുള്ളവരാണ് മക്കളെ ആലോചിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി ജീവിച്ച് കാണിച്ചിട്ടിരിക്കുക. അല്ല, സ്വയം നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ച് തീർക്കണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ ജീവിതമാണ് അവിടെ നശിക്കുന്നത്, അല്ല തീരുന്നത്. പിന്നെ നമുക്ക് ജീവിതമില്ല അല്ലേ. അപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളിപ്പോൾ തീരെ തളർന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ എന്തും തുറന്നു പറയാൻ പറ്റുന്ന സഹോദരി, അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് കുറച്ച് നേരം സങ്കടങ്ങൾ പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എണീറ്റ് വരണം. ആ തളർച്ചയിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽറ്റ് വരണം. എന്നിട്ട് നമ്മൾ ജീവിച്ച്, നമ്മളെവിടെയാണോ നമ്മളെ വേണ്ട എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ ജീവിച്ച് കാണിച്ച് കൊടുക്കണം. അവർക്ക് തന്നെയാണ് നഷ്ടം. കാരണം ഇന്ന് നമ്മളെ വേദനിപ്പിച്ചാൽ നാളെ അതിന് ഇരട്ടി വേദനയായിട്ട് അവർക്കത് അനുഭവിക്കും. കർമ്മ എന്ന് പറയുന്നത് വെറും ഒരു സംഭവമല്ല. പണ്ടൊക്കെ പിന്നെ ഇപ്പോൾ അന്നേരം കൊടുക്കുന്നുണ്ട് ദൈവം. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക, നമുക്ക് വേണ്ടി ജീവിക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ തളർത്താൻ നോക്കുമ്പോൾ തളരരുത്. തളർത്താൻ നമുക്കൊരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടെയൊന്നും നമ്മൾ തളരാതെ ജയിച്ച് വരണം. ശരിയാണ്, നമ്മൾ അയാളിലേക്ക് അത്രയേറെ, അല്ലെങ്കിൽ അവളിലേക്ക് അത്രയേറെ അടുത്ത് പോയിട്ടുണ്ടാവാം. നമ്മളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് നമ്മളിപ്പോൾ പറയുന്നില്ലേ, നമ്മുടെ ശത്രുക്കൾ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് നമ്മളെ വേദനിപ്പിക്കുക അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരാളിൽ ഫുള്ളായിട്ട് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മളെല്ലാം തുറന്നു പോയി പറയരുത്. നമ്മൾ തന്നെ ഫുൾ അയാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മളായിട്ടിരിക്കുക. നമുക്ക് പാർട്ട്ണർ വേണം, ഓക്കെ. പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് നമ്മളെ തന്നെ അയാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് ഈ ഓരോ പെൺകുട്ടികൾക്കും തളർന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടെയും തളരാതെ പിടിച്ച് വെറുതെ എഴുന്നേറ്റ് വരണം. ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല, ദൈവത്തിനല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ജയിച്ച് വരണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ദൈവത്തിനല്ലാതെ മറ്റൊരാൾക്കും നമ്മളുടെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ല അല്ലേ. അപ്പം നമ്മൾ ജീവിച്ച് വരിക, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കളുള്ളവരാണെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. പിന്നെ നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക, നമ്മുടെ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. നമ്മുടെ ഡിപ്രഷനിലേക്കൊന്നും പോവാതെ പിന്നെ നമ്മളെ ഹോബീസായിട്ട് നമ്മൾ നടക്കുക. നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു ഭാഗത്ത് വെച്ച് അല്ലെങ്കിൽ മറന്നു കളയുക. അല്ലാതെ ഇങ്ങനെ ആത്മഹത്യയിലേക്കൊന്നും ആരും പോകരുത്. ഇനിയെങ്കിലും ഓരോ പെൺകുട്ടികളും ചിന്തിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ.